ശാരദേച്ചി, ഇനി സൽക്കാരങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി നോക്കിക്കോളാം. ചേച്ചി ഇപ്പൊ ഹാളിലേക്ക് ചെന്നേ. അബേടിനും അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. ഇത്ര നേരത്തെ എത്തിയോ? എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മോളെ. ചെല്ല്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നാളെ താലി അണിയേണ്ടതാ രണ്ടുപേരും. പുടവയൊക്കെ എടുത്ത് വെക്കാൻ നോക്ക്. ചെല്ല്. കൃഷ്ണേട്ടനാണല്ലോ. ആ കൃഷ്ണേട്ടാ. മോളെ, കൃഷ്ണേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന്. അറിയാം. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കുറവായോ? മോളെ, അമ്മ. കൃഷ്ണേട്ടൻ അവിടെ തന്നെ നിന്നോ. അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാവരുത്. കല്യാണം കൂടാൻ കഴിയാത്ത ഒരു പ്രയാസവും അമ്മയ്ക്കുണ്ടാവരുത്. താലികെട്ട് കഴിഞ്ഞാ ഞാനും അഭയും കൂടി നേരെ ഹോസ്പിറ്റലിൽ വന്ന് അമ്മയെ കണ്ട അനുഗ്രഹം വാങ്ങിക്കും. മോളെ, അഭിമന്യനോട് എനിക്ക് അമ്മയെക്കുറിച്ചൊന്ന് പറയണമായിരുന്നു. അത് വേണ്ട കൃഷ്ണേട്ടാ, ഇപ്പോ അസുഖത്തെക്കുറിച്ചൊന്നും പറയണ്ട. അഭി ഇപ്പോ വല്ലാത്തൊരു സന്തോഷത്തിലാ. ഇപ്പോ അഭി അച്ഛനും കൂടി ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. മനസ്സ് നിറഞ്ഞിരിക്കുന്ന നിമിഷങ്ങളാ കൃഷ്ണേട്ടാ. പലതവണ മുടക്കം വന്ന കല്യാണമല്ലേ. നാളെ മുതല് ഞാനും ജീവിതം തുടങ്ങാൻ പോവാ. എനിക്ക് അവിടെ വന്ന് അമ്മയെ കൂടെ കൊണ്ടു നടക്കണം. മരുമോളായിട്ടല്ല കേട്ടോ, മോളായിട്ട്. അത് നടക്കില്ല മോളെ. നടക്കും. ഞാൻ പഞ്ചരത്നത്തിൽ തന്നെ നിൽക്കുന്നല്ലേ കൃഷ്ണേട്ടൻ പറഞ്ഞു വരുന്നേ. ഇല്ല, ഉച്ചയൂണിന്റെ തിരക്ക് കഴിഞ്ഞാ ഞാൻ അഭിയുടെ വീട്ടിലേക്ക് വരും. നാളെ മുതലേ എന്റെ വീടാ അത്. എനിക്ക് വലിയ ആഗ്രഹ കൃഷ്ണേട്ടാ അമ്മയുടെ കൂടെ ജീവിക്കാൻ. കുഞ്ഞുനാളിലെ അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയതല്ലേ എനിക്ക്.